ആദ്യം PS മൊത്തത്തിൽ സുരേഷ് PS കേട്ടോ സുരേഷ് PS ആണോ PS സുരേഷ് ആണോ? സാറ് നോക്കി വട്ടത്തിൽ എഴുതുമ്പോ സുരേഷ് PS സുരേഷ് അതെ ആദ്യം ഒരു CIDക്ക് വേണ്ടത് അക്ഷരസ്ഫുടതയാണ്. അക്ഷരസ്ഫുടതയാണ്. അക്ഷരപുഷള ഇച്ചിരി കുറവാണ്. അക്ഷരപുഷടയല്ല അക്ഷരസ്ഫുടത. പറയാം. ആദ്യം ഒരു CIDക്ക് വേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു CIDക്കുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? അക്ഷരപുഷളില്ലാത്ത സാധനം പറഞ്ഞു. എടോ തനിക്ക് അക്ഷരസ്ഫുടതയുണ്ടെന്നുണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? തന്നെ ഇപ്പൊ ഞങ്ങൾ CID ആയിട്ട് എടുത്തോ. തന്റെ പേരിപ്പോൾ CID നെട്ടൂരാൻ. സുരേഷ് ഇപ്പോ താൻ CID നെട്ടൂരാനാണ്. സിനിമയിലൊക്കെ കാണുന്ന പോലെ മോഹൻലാലൊക്കെ സിനിമയിലൊക്കെ CID നെട്ടൂരാൻ. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു ഭയങ്കരമായ ഭീകരനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയാൾ തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ നിൽപ്പുണ്ട് അയാൾ. ഒരു കൊച്ചെന്തൊരു കിത്താവും വെച്ചോണ്ടിരിക്കുന്നത്. സങ്കല്പത്തില് അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു CIDയുടെ ഗാംഭീര്യത്തോടെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട്. CID കേട്ടോ നെട്ടൂരാനോടാണ് നിന്റെ കളി. മനസ്സിലായോ? അതായത് ഇയാളിവിടെ നിൽക്കുന്നു, താൻ CID ആണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം. നെട്ടൂരാനോടാണ് നിന്റെ കളി. ഇത് ഞാൻ പറയണം. അതെ, ഈ നിൽക്കുന്ന വില്ലിനോട് ഞാൻ പറയണം. ഇങ്ങനെ ഈ പറഞ്ഞ അക്ഷരസ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ചെയ്താ പോരെ? അതെ, ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞേ. ഒരു പ്രാവശ്യം എടോ. ഓക്കെ നെട്ടൂരാനോടാണ് നിന്റെ കളി. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. അയ്യേ ഞാനല്ല. എന്താ മണക്കണ്ടല്ല? ഞാനല്ല. അങ്ങനെയാണെ സാർ ഉറപ്പാ. എന്റെ ഇങ്ങനെയല്ല. ഉറപ്പാ. ഞാനല്ല. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഒന്നുകൂടെ പറഞ്ഞു സാറേ. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഇനി അങ്ങോട്ട് അകലേക്കൊന്നും പോണ്ട. ഇവിടെ നിങ്ങൾ പറയണോ? നെട്ടൂനാണോ നാണോടാ? ടൂനാണോ നാണോടാ? ഈ ഹുമ്മ നിർത്തോളയോ? ഞാൻ പറയാം. ഹുമ്മെടുത്ത് മാറ്റിക്കേ. ഹും കളഞ്ഞു. എന്റെ പേരെന്നാ? നെട്ടൂരാനോ? അപ്പൊ ഇവരോട് പറഞ്ഞ പോലെ ഹുമ്മ മാറ്റിക്കേ. നെട്ടൂരാനോടെ കളി എന്നോടാണോ നിന്റെ കളി? ഇത് പറഞ്ഞ പോലെ പിന്നെ അതിനിടയ്ക്ക് നെട്ടൂനാണോടാ? എന്തിനാ ഹും? ഓക്കെ. പട്ടിയുടെ വാല് 12 കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞിരിക്കുള്ളൂ. അതെ, തന്റെ അക്ഷരസ്ഫുടത ഞാൻ വിട്ടു. ഇനി മനോബലം അളക്കാൻ പോവുകയാണ്. മനോബലം. തന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഭാര്യനെ ഞാൻ കൊണ്ടുവന്നില്ല. പിന്നെ ഇങ്ങോട്ട് ഭാര്യനെ കൊണ്ടുവരാൻ ആവശ്യമില്ല. ഓക്കെ, വെരി ഗുഡ്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. ഈ തോക്കുമായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലണം.
ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം. അപ്പൊ എനിക്ക് സിഐഡിയിൽ ചാൻസ് കിട്ടും. ഒരു മനോബലം വളർത്താൻ വേണ്ടിട്ടാണ്. ഒരു കാര്യം ചെയ്താലോ, ഈ തോക്കും കൈകൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെ എടുത്തിട്ട് ടൂണോടാ കളിയെന്ന് വെച്ചാൽ വെടിവെച്ച് കൊള്ളണം എന്റെ അച്ഛനെ, മനസ്സിലായോ? ആയിക്കോട്ടെ. സാർ എന്തൊരു മണ്ടത്തരം ചെയ്യണേ. ആ കാട്ടുമാക്കാൻ അയാൾ ഭാര്യനെ കൊണ്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ, അയാളെ വെടിവെച്ച് മറ്റേ ഭാര്യനെ വെടിവെച്ചു കൊല്ല. ഇത് സ്വന്തം തന്തേനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാ എടോ മണ്ട, എടോ അതാണ് സിഐഡിയുടെ ബുദ്ധി. എന്ത് ബുദ്ധി? ആ തോക്കിൽ ഉണ്ടയില്ല. തോക്കുമായിട്ട് ഒരാളെ എങ്ങനെ വെടിവെച്ച് കൊല്ലോ? എന്തൊരു ബ്രെയിൻ ട്യൂമർ. പരിപാടി കാണിക്കരുത്.